ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. 20 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 16 ആണെന്ന്. ഇതുവരെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരും തന്നെ ഡേ 1 മുതൽ ഡേ 15 വരെയുള്ള എല്ലാ വീഡിയോസും കണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ഇടുക. ഓക്കെ, നമുക്ക് ഡേ 16 എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കുക, ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളിലൂടെ മറ്റുള്ളവർക്കൊരു നന്മ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഡേ 16 നമ്മൾ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസിലൂടെ മനസ്സിലാക്കി, പഠിച്ചു, ചെയ്തു. എല്ലാവർക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഓക്കെ, ഡേ 16 നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാജിക് മിറക്കിൾസ് ഇൻ ഹെൽത്ത് എന്നുള്ളതാണ്. നമ്മുടെ ഹെൽത്തിൽ ഒരു മാജിക് മിറക്കിൾസ് തന്നെ സംഭവിക്കുന്ന ഒരു പ്രാക്ടീസാണ്. ഇന്ന് ഒരുപാട് പേര് അവരുടെ ഒരു ആരോഗ്യത്തെക്കുറിച്ച്, സാധാരണഗതിയിൽ ആരോഗ്യത്തെക്കുറിച്ച് പലരും ശ്രദ്ധിക്കാറില്ല. ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയൊക്കെ വന്നു കഴിയുമ്പോഴാണ് ആരോഗ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത്. അതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആരോഗ്യത്തെക്കുറിച്ചോ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല, അല്ലേ? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുണ്ട്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ധാരാളം പേര് ഇന്ന് അവരുടെ ശരീരത്തെക്കുറിച്ച് വളരെ പരാതി പറയുന്ന ഒരു അനുഭവം കാണാനിട വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട സൗന്ദര്യമില്ലെന്നോ, അവരുടെ കണ്ണ് ചെറുതായിരിക്കുന്നു, മൂക്ക് വളഞ്ഞിരിക്കുന്നു, അവർക്ക് നിറം കുറവാണ്, വണ്ണം കുറവാണ്, പൊക്കം കുറവാണ്, ഇങ്ങനെ പല തരത്തിലുള്ള പരാതികൾ പറയുന്ന ഒരു സാഹചര്യം അവരുടെ ശരീരത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങളിങ്ങനെ പരാതി പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ചിന്ത മനസ്സിലുണ്ടാവുന്നത്? ആ ചിന്ത, നിങ്ങൾ പരാതി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഓരോ സമയം ചിന്തിച്ച് പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക്, യൂണിവേഴ്സിലേക്ക് ആ ചിന്തയെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ തോട്ട്കാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ എന്താണോ പരാതി പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ വീണ്ടും പരാതി പറയാനുള്ള സാഹചര്യം യൂണിവേഴ്സ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരം, ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ രൂപത്തിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ജനിച്ച, നിങ്ങൾ രൂപം കൊണ്ട ആ സമയം മുതൽ വിശ്രമമില്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് അവയവങ്ങൾ, നിങ്ങളുടെ ശരീരം ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൺകണ്ടീഷണലായിട്ട്, പ്രത്യേകിച്ച് യാതൊരു നിബന്ധനകളുമില്ലാതെ അവ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെങ്കിലും നിങ്ങൾ ഈ അവയവങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചോ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ഒരിക്കലെങ്കിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഓർക്കുക. ഇല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട 3 സ്റ്റെപ്പുകൾ ഞാനിന്ന് പറയാം. ഒന്ന്, നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു? നമ്മൾക്ക് നടക്കാം, ഓടി നടക്കാം, അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യാം, അല്ലേ? ഇതുപോലുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു അങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ പ്രായം മുതൽ ആരോഗ്യത്തോടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആ പ്രായത്തിൽ ഓടാനും ചാടാനും നടക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പാസ്റ്റിൽ, നിങ്ങളുടെ ബാല്യകാലം മുതൽ നിങ്ങൾക്ക് ഓടാനും ചാടാനും ഒക്കെ സാധിച്ച, നല്ല ആരോഗ്യത്തോടെ ഇരുന്ന ആ പ്രായത്തിന് ഓരോ അവയവങ്ങളെയും ഓർത്ത് നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങളുടെ ശരീരം പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്നുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഓടാനും ചാടാനും കളിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ സാധിച്ചത്. നിങ്ങളുടെ പാസ്റ്റിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ അതേ ആരോഗ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ആരോഗ്യത്തോടെ ചെയ്ത് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾ ഓരോ അവയവങ്ങളെയും ഓർത്ത് നിങ്ങൾ ദിവസവും നന്ദി പറയുക, നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആരോഗ്യം കൂടുതലായിട്ട് ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ പ്രസൻറ്റിലായിരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് നിങ്ങൾ നന്ദി പറയുക.
നിങ്ങളുടെ ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കും, ശരീരഭാഗങ്ങൾക്കും, ആന്തരിക അവയവങ്ങൾക്കും, ബാഹ്യ അവയവങ്ങൾക്കും, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്സിനും നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ മനസ്സിൽ കാണുക. അതായത് വിഷ്വലൈസ് ചെയ്യുക. ഭാവിയിൽ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും. നിങ്ങൾ മല കയറാൻ പോവോ, അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോവുകയോ, യാത്ര ചെയ്യുകയോ, വിദേശ രാജ്യങ്ങൾ ടൂർ പോവുകയോ, ഇങ്ങനെ നിങ്ങൾ പ്രായമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടുള്ള ഭാവിയിലേക്ക് നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, ഏത് പ്രായത്തിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഭാവി ഫ്യൂച്ചറിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്നാൽ എന്തൊക്കെ ചെയ്യും, അത് ഇപ്പോഴേ നിങ്ങൾ ഭാവനയിൽ കണ്ടുകൊണ്ട്, അതായത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആ അവസ്ഥയ്ക്കായിട്ട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ നന്ദി പറയുമ്പോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആരോഗ്യം തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന 3 ലെവലുകളാണ്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഒന്ന്, പാസ്റ്റിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ, ബാല്യം മുതൽ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നതിന് നിങ്ങൾ നന്ദി പറയുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് നന്ദി പറയുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ എന്തൊക്കെ ചെയ്യും അത് ഇപ്പോഴേ നിങ്ങൾ ഫീൽ ചെയ്യുക, അനുഭവിക്കുക. മനസ്സിൽ നിങ്ങൾ ഭാവിയിൽ ആരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും അതിപ്പോഴേ മനസ്സിൽ കണ്ടുകൊണ്ട്, ഭാവനയിൽ കണ്ടുകൊണ്ട്, അത് ഫീൽ ചെയ്തുകൊണ്ട് അതിന് നന്ദി പറയുക എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾ ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതോടൊപ്പം തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞു, ആരോഗ്യം നമ്മൾ എപ്പോഴെങ്കിലും വിട്ടുപോകുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യാവസ്ഥയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആരോഗ്യത്തോടെ ചിന്തിക്കുന്നത് തന്നെ. ആ ഒരു മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ നിത്യേനെ നമുക്ക് വേണ്ട ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ പല ആളുകളും വളരെ ഫ്രസ്ട്രേഷനിൽ, നിരാശയിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കംപ്ലയിൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരോട്, അല്ലേ? എനിക്ക് വണ്ണം കുറവാണ്, വണ്ണം കൂടുതലാണ് എന്നൊക്കെ. ഇത് ആവർത്തിച്ച് നിങ്ങൾ പലപ്പോഴും പറയുമ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യം യൂണിവേഴ്സ് തരികയാണ്. അത് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കണ്ണാടി നോക്കിയിട്ട് ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊരു വണ്ണമാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ശരീരഭാഗങ്ങൾ എത്ര വണ്ണത്തോടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ ചിന്ത അനുസരിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന വ്യക്തി കണ്ണാടി നോക്കിയിട്ട് വീണ്ടും വീണ്ടും പറയുന്നു, ഞാൻ എന്തുമാത്രം മെലിഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവം എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മെലിയാനാണ് ആഗ്രഹം എന്ന് മനസ്സിലാക്കി യൂണിവേഴ്സ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മെലിയാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നു. അപ്പോൾ അത് നിങ്ങൾ കംപ്ലയിൻറ്റ്സ് പറയുമ്പോൾ ഈ ഫ്രസ്ട്രേഷനെല്ലാം മാറ്റിവെച്ച്, നിരാശയെല്ലാം മാറ്റിവെച്ച്, നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രൂപത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനെ അംഗീകരിച്ചുകൊണ്ട് വേണം നന്ദി പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ തെറ്റായ ജീവിത രീതിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, തെറ്റായ ജീവിത രീതി കൊണ്ടാണ് നമുക്ക് പലപ്പോഴും രോഗാവസ്ഥകൾ വരുന്നത്. അത് നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യായാമം നിങ്ങൾ സ്വീകരിക്കുക. യോഗയാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകളാവാം. ഇതെല്ലാം നിങ്ങൾ നിത്യേന പരിശീലിക്കുക. മനസ്സെപ്പോഴും സന്തോഷത്തോടെ നമ്മൾ കീപ്പ് ചെയ്യുക. എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുക. നമുക്ക് എന്തൊക്കെ ബാഹ്യ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആന്തരികമായിട്ട് നിങ്ങൾ സന്തോഷം അഭിനയിക്കുക. ഒന്നില്ലെങ്കിൽ സന്തോഷം വന്നില്ലെങ്കിൽ നിത്യേന നിങ്ങൾ സന്തോഷം മനഃപൂർവ്വം അഭിനയിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ റിയലി ഹാപ്പിയായി മാറുമെന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് ശാന്തമായിട്ടും ഹാപ്പിയായിട്ടും കൊണ്ടു നടക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണ രീതികൾ കൃത്യമായിട്ട് നമുക്ക് വേണ്ട പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. വലിച്ചുവാരിയുള്ള ഭക്ഷണ രീതികൾ നിർത്തുക. അപ്പോൾ നമുക്ക് എല്ലാ ഭക്ഷണവും മിതമായിട്ട് കഴിച്ചാൽ ഏത് പ്രായത്തിലും മിതമായ രീതിയിൽ എല്ലാ ഭക്ഷണവും കഴിച്ച് നമുക്ക് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ നമ്മൾ ഉറങ്ങുക. കൃത്യമായിട്ട് 8 മണിക്കൂറെങ്കിൽ നമ്മൾ ഉറങ്ങുക. നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക എന്നുള്ളതാണ്. 10 മണിക്കെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കണം. ഇന്നത്തെ തലമുറ
12 മണി 1 മണിയാകുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്നത്, രാവിലെ എന്നിട്ട് 11 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലമാണ്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ രോഗിയായിട്ട് തീരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, വൈരാഗ്യം, അസൂയ ഇതുപോലുള്ള അതായത് വിരോധങ്ങളും നെഗറ്റീവ് ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും. മനസ്സും ആരോഗ്യത്തോടെ ഇരിക്കും, ശരീരവും ആരോഗ്യത്തോടെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 7012086177 എന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് അയച്ചു തരുന്നതാണ്. കൂടാതെ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരാൾക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതുപോലെ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.